ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ മനുഷ്യർക്ക് കേന്ദ്രം ഇനിയും സഹായം എത്തിച്ചിട്ടില്ല. പുനരധിവാസ പദ്ധതിയുടെ ആദ്യത്തെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പലരുടെയും പേരുകളില്ല, പലരുടെയും പേരുകൾ ഇരട്ടിച്ചും വന്നു. അപാകതകളുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ആദ്യത്തെ കരടു ലിസ്റ്റാണെങ്കിലും എങ്ങനെ പുറത്തു വന്നു? വേണ്ടത്ര ജാഗ്രതയും ഉത്തരവാദിത്വവും സർക്കാർ കാണിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. ദുരന്തബാധിതർ പറയുന്നു, കൈവിടരുത് ഞങ്ങളെ. എന്റെ ചൊര തുളയ്ക്കുന്നു. കൽപ്പറ്റയിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം അതിഥികളുണ്ട്. നമുക്കൊപ്പം കെ എം ഫ്രാൻസിസ്, CPM പ്രതിനിധി. വെൽക്കം കെ എം ഫ്രാൻസിസ്. ലീഗ് പ്രതിനിധി നവാസ് MP. വെൽക്കം നവാസ്. BJP പ്രതിനിധി പ്രശാന്ത് മലവേൽ. വെൽക്കം പ്രശാന്ത് മലവേൽ. ആദ്യം നമ്മൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ മനുഷ്യർക്കൊപ്പം അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെയും ജനശബ്ദത്തിൻ്റെയും പ്രതിനിധികൾ നമുക്കൊപ്പമുണ്ട്. സർക്കാർ ഒരു നല്ല പദ്ധതി പ്രഖ്യാപിച്ചു എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി നമ്മളോട് പറയുന്നത്. ടൗൺഷിപ്പ് മായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ആശങ്കകൾ ഇനി വേണ്ട എന്ന നിലപാടാണുള്ളത്. നിങ്ങളുടെ ആശങ്കകളൊക്കെ ഒഴിഞ്ഞോ? ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ല. എന്താ കാര്യം? സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ് കാര്യം. സർക്കാർ പറയുന്നു ടൗൺഷിപ്പിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ പദ്ധതി ഉടൻ പൂർത്തിയാവും. കൽപ്പറ്റയിലും എൽസ്റ്റോൺ എസ്റ്റേറ്റിലും ഇപ്പോൾ ടൗൺഷിപ്പ് തുടങ്ങാനാണ് സർക്കാരിൻ്റെ പരിപാടി. സർക്കാർ പറയുന്നത് ഡിസംബർ മാസം തന്നെ ഹൈക്കോടതിയിൽ തീരുമാനമുണ്ടാകുമെന്നാണ്. ആശങ്കകൾ ഒഴിഞ്ഞോ? ഇല്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത്, സർക്കാർ പറയുന്നതാണ് അത് കേസായ സംഭവം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 2 എസ്റ്റേറ്റിലും നമുക്കറിയാം അത് യഥാർത്ഥമായ ഒരു സംഭവമല്ല എന്ന്. അപ്പോൾ നമ്മൾ വിഡ്ഢിയായി കാണുന്നതല്ലേ? പക്ഷേ സർക്കാർ പറയുന്നത് ഏകദേശം ഒത്തുതീർപ്പ് അവസ്ഥയിലേക്ക് എത്തി. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചു. സർക്കാർ പണം കൊടുത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. സർക്കാർ പണം കെട്ടിവയ്ക്കാൻ തയ്യാറാണ്. അതിൻ്റെ യഥാർത്ഥ രൂപം അവർ ഇതുവരെ വിട്ടിട്ടില്ലല്ലോ. പറയുന്നു ടൗൺഷിപ്പിൻ്റെ പദ്ധതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അവിടെ 1000 സ്ക്വയർ ഫീറ്റിലുള്ള വീട് ഇതുവരെ വന്നിട്ടില്ല അരുൺ സാർ. ഈ വാക്കുകളല്ലാതെ ഇതുവരെ ടൗൺഷിപ്പിനെ കുറിച്ചിട്ട് പറയുകയല്ലാതെ അതിൻ്റെ യഥാർത്ഥ രൂപം ഇതുവരെ എത്തിയിട്ടുണ്ടോ? ഈ സ്ഥലം എടുത്തെന്നുള്ള റിപ്പോർട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കോടതിയിൽ പോയി ആ കേസ് പോയി സർക്കാർ ഉത്തരവിറക്കിയത് അന്നേ തന്നെ ഉത്തരവിറക്കി. ഒക്ടോബർ മാസത്തിൽ തന്നെ ഉത്തരവിറക്കിയെന്നാണ് സർക്കാർ പറയുന്നത്. ഉത്തരവ് ഇറക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ യഥാർത്ഥ രൂപമോ അതിനെ എങ്ങനെ എടുത്തോന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനകത്തൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്താണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം? ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. സർക്കാരിലെ വിശ്വാസത്തിലെടുക്കുന്നത്. ഈ ആശങ്ക നിങ്ങൾക്കില്ല? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ഭൂമി ഏറ്റെടുക്കും കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ കേസ് എത്ര കാലം നീണ്ടുപോകും? സിവിൽ കേസല്ലേ? ഈ മാസം തന്നെ തീർക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ മന്ത്രി. പക്ഷേ ഇപ്പോഴും ഉടമകൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാണോ? സർക്കാരിൻ്റെ പദ്ധതി, ആ സർക്കാരിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഈ സർക്കാർ പറയുന്നല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ചോ? ഈ ടൗൺഷിപ്പ്, ഈ കേസിൻ്റെ അവസ്ഥ കേസ് ഈ മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് മന്ത്രി ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ പൈസ കൊടുക്കാതെ ഭൂമി എടുക്കുകയല്ല, അതിന് വേണ്ട ഭൂമിക്ക് വേണ്ട പൈസ കോടതിയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അവർ തമ്മിലുള്ള ഓണർഷിപ്പ്. കേസില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഒരിക്കലും ഇത് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത വർഷം നോക്കണം. അത് ഞങ്ങൾ പല നിവേദനത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന എൽസ്റ്റോണിലും നെടുമ്പാലയിലുമുള്ള ഈ എസ്റ്റേറ്റുകൾ നിങ്ങൾക്ക് തൃപ്തികരമാണോ? ഏറ്റവും നല്ല ഭൂമിയാണ് ഞങ്ങൾക്ക് പറ്റിയ. പ്രത്യേകിച്ച് കൽപ്പറ്റയിൽ, കൽപ്പറ്റയിലാണെങ്കിലും മേപ്പാടിയിലാണെങ്കിലും ഏറ്റവും നല്ല ഭൂമിയാണ്. ഇവിടെ ദുരന്തം ബാധിച്ച ഫസ്റ്റ് വീക്കുകളിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വന്നിട്ട് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ച് ചേർത്തിരുന്നു. അന്ന് ദുരന്തം ബാധിച്ച മുഴുവൻ ആളുകളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങൾ. ഇവർ കൃത്യമായി ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്ന്. എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുമിച്ച് വേണം. അത് ഞങ്ങളെ ഇനി ചിതറിക്കരുത്. അതും മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും അടുത്തുള്ള ഈ 2 ഭൂമികൾ കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങളുടെ വീട് പോയതാണ്? തീർച്ചയായിട്ടും വീട് പോയതാണ്. നിങ്ങൾ കൽപ്പറ്റയിൽ കിട്ടിയാലും മേപ്പാടി കിട്ടിയാലും നിങ്ങൾ ഓക്കെയാണ്? പിന്നെ അല്ലേ? ഓക്കെയാണ്. എത്രയും പെട്ടെന്ന് കിട്ടണമെന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കേസ് നീണ്ടുപോകരുത്. കാരണം ഒരാൾ അമിത വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങൾ ഇപ്പോൾ ഇത്രയും കാലം നമുക്ക് ഗവൺമെൻറ് പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ പുനരധിവാസം ഒഴികെ ബാക്കിയല്ല, അതായത് സ്ഥലം ഏറ്റെടുപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് 300 രൂപ കിട്ടുന്നുണ്ടോ മാസം? ഉണ്ട്. ഇപ്പോൾ ദിവസം കിട്ടിയത് 3 മാസത്തെ കൃത്യമായിട്ട് കിട്ടി. 3 മാസത്തെ കൃത്യമായിട്ട് കിട്ടി. മാസത്തോടെ ഞാൻ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. പക്ഷേ പിന്നെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലുള്ള ആളുകൾ അമിത വാടക കൊടുത്തു വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് വേണമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ മറ്റാശങ്കകളൊന്നുമില്ല? ഇല്ല. എന്താണ് അവസ്ഥ? ചൂരൽമലയിൽ എനിക്കൊന്നു 8-9 മനുഷ്യരെ നഷ്ടപ്പെട്ടു അല്ലേ? അതെ. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും, അച്ഛനും അമ്മയും സഹോദരിയുടെ മകനും, ഞങ്ങളെ കൂടപ്പിറപ്പുകൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബങ്ങളിൽ തന്നെ 9 ആളുകളാണ് അതിൽ പോയത്. ഇതുവരെ ആയിട്ടും എൻ്റെ അമ്മേൻ്റെതായിട്ടൊന്നും യാതൊരുവിധ വിവരവും ഇല്ല. അമ്മ എവിടെയാണ് ഇപ്പോൾ? പുത്തുമല ബോഡി. ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ ഒരു കിട്ടിയിരുന്നു അല്ലേ? അമ്മയുടെ മാത്രമാണോ എനിക്ക് കിട്ടാനുള്ളത്? അമ്മയുടെയും എൻ്റെ അനുജത്തിൻ്റെ മകൻ്റെതും ആയിട്ടുള്ളതായിട്ടൊന്നും യാതൊരു DNA മാച്ച് ചെയ്തിട്ടില്ല. കിട്ടിയതിലൊന്നും ഇല്ല, കിട്ടിയിട്ടില്ല. ബാക്കി എവിടെയാണെന്ന് തിരയാനും ഇനിയിപ്പോൾ കഴിയില്ല അല്ലേ?
എവിടെയാണെന്ന് തിരയാനും കഴിയില്ല. ഇപ്പം നമുക്ക് പുത്തുമല പിന്നെ തിരിച്ചറിയാത്ത ബോഡികളൊക്കെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയാത്തൊരു വേദനയിലാണ് ഇപ്പോഴും. ഈ 4 മാസം കഴിഞ്ഞു, 5ാമത്തെ മാസമാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സർക്കാർ ഒരു നടപടി എടുക്കും എന്ന് പറയുക, ക്ലാരിറ്റി വന്നിട്ടില്ലല്ലേ? ഒരു ക്ലാരിറ്റി ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. അപ്പം നമ്മളെപ്പോലുള്ള ദുരന്തബാധിതരായിട്ടുള്ള 9 പേരാണ് പോയതല്ലേ? പേരാണ് പോയത്. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ കൽപ്പറ്റ വെയർ ഹൗസിൻ്റെ അടുത്ത് ആണ്. ഇപ്പം ഈ നിലവിൽ സർക്കാർ ചെയ്തു തന്ന കാര്യങ്ങളിലൊക്കെ തൃപ്തിയുണ്ടോ? ചെയ്തു തരുന്ന കാര്യം വാടക കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 2 പേർക്ക് 9,000 എന്നുള്ളത് ഈ ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ രീതിയിലാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നേരിടേണ്ടത്. എന്താ കാര്യം? അത് ഞാൻ ജോലി ചെയ്തിരുന്നത് ഇതിനു മുമ്പ് ഇവിടെയല്ലേ, ചേളാരി പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ വീട് സ്കൂൾ റോഡിനാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇല്ലല്ലോ, പിന്നെ എൻ്റെ ഭാര്യേൻ്റെ അഡ്രസ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടുത്തെ നേറ്റീവ് പ്ലേസിലുള്ള ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് 9,000 എന്നെ നിഷേധിക്കുകയും അതിൻ്റെ പുറകാലെ കുറേ നടന്നിട്ടാണ് ഈ ഒരു 9,000 അതിന് നടന്നതിന് പരമായിട്ട് കുറേ മാനസികമായിട്ട് വിഷമം. ഈ ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഇപ്പൊ കണ്ട സ്ഥലങ്ങൾ നിങ്ങൾ ഓക്കെയാണോ? എൽസ്റ്റോണും നെടുമ്പാലി സ്ഥലങ്ങൾ രണ്ടും ഓക്കെയാണ്. പക്ഷേ ഇതുവരെ ആയിട്ടും അതിനൊരു നിലപാട് ഇതുവരെ എന്താണ് കൃത്യമായിട്ടുള്ളൊരു നടപടി മുന്നോട്ട് ഇതുവരെ എന്താണ് ബാക്കി അവസ്ഥ? ഒരു നിമിഷം. ഇതുവരെ കേന്ദ്ര സർക്കാർ പാക്കേജ് നൽകിയില്ലെന്നാണ് പരാതി. ഇവിടെ ഭൂമി പോലും കണ്ടെത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ പാക്കേജ് ലഭിച്ചതിന് പണം കിട്ടിയാൽ വരെ ഇത് തൊട്ടടുത്തല്ലേ? ഇവിടുത്തെ 5 കിലോമീറ്റർ അടുത്തല്ലേ കിട്ടണ്ടേ? സ്ഥലം റെഡി ആയിട്ടില്ലല്ലോ. ഇതുവരെ കേസ് കിടക്കുന്നതാണ്. അതിന് യാതൊരു തരത്തിലുള്ള തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ കേന്ദ്ര സർക്കാർ ഈ കേസ് എന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇതിനു വേണ്ടി ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് എതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാതെ ഇതുവരെ ഈ മാസം കേസ് അവസാനിക്കുമെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നതല്ലേ. കേസ് നടത്തിയാൽ നമുക്കറിയാലോ എന്താ സംഭവം. ഇവരൊരു മറുപടി പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ മറുപടി ആ കേസ് കൊടുത്തവരും വാങ്ങിയവരും ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഈ കേസ് എല്ലാത്ത ഭൂമി നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം 5 മാസമായി. ഇത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചോ ഇതുവരെ? കേസില്ലാത്ത ഭൂമി കണ്ടെത്താൻ പറ്റിയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. എന്താ ആ ചോദ്യമല്ലേ? കേസില്ലാത്ത ഭൂമി കണ്ടെത്തേണ്ടിയിരുന്നോ എന്നാണ്. ഈ കണ്ടെത്തിയ ഭൂമിയിൽ കേസുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു മിനിറ്റ് സാർ, അദ്ദേഹം എവിടെയുള്ള ആളാണെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ചൂരോളം ഉണ്ടാക്കി അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിന് അദ്ദേഹത്തിന് വില കിട്ടുന്നതാണ്. പിന്നെ എന്താ സാർ ചോദിച്ചത്? കേസില്ലാത്ത ഭൂമി കണ്ടെത്തേണ്ടിയിരുന്നോ? ഇപ്പോൾ കണ്ടെത്തിയ കൽപ്പറ്റയിലെ എൽസ്റ്റോൺ ആണെങ്കിലും ശരി, നെടുമ്പാല എസ്റ്റേറ്റ് ആണെങ്കിലും കേസിൽപ്പെട്ടിരിക്കുകയാണ്. സാറ് ഇവിടെ കൂടുതൽ എസ്റ്റേറ്റുകളാണുള്ളത്. അത് ഏത് എസ്റ്റേറ്റ് പോയാലും കേസ് വരും. ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഞങ്ങൾക്ക് ഏറ്റെടുക്കുക. അതിപ്പോൾ പ്രത്യേകിച്ചും കൽപ്പറ്റയാണെങ്കിൽ എല്ലാവർക്കും ഓക്കെയാണ്. കാരണം ടൗണിന് അടുത്താണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പഠിക്കാൻ കാര്യങ്ങൾക്ക് സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്, മറ്റു കാര്യങ്ങളും. അപ്പോൾ എൽസ്റ്റേറ്റാണ് ഏറ്റവും അനുയോജ്യം. പിന്നെ നെടുമ്പാല എസ്റ്റേറ്റും. അതല്ല ഇനി ഇത് രണ്ടിനും മറികടന്ന് പോകാൻ ഗവൺമെൻറ് ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് അടുത്ത സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ അതും ഓക്കെ. അത് ഓക്കെയാണ്. എന്താ നിങ്ങളുടെ ഒരു ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ മനുഷ്യർക്ക് ഇപ്പോൾ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നത് കേസിലാണ്. പക്ഷേ സർക്കാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പ് കൊടുക്കും, മാതൃകാപരമായ പദ്ധതിയായിരിക്കും എന്നാണ്. വിശ്വാസമുണ്ട്? തീർച്ചയായും വിശ്വാസമുണ്ട്. ഞാനൊരു ചൂരൽമലക്കാരിയാണ്, നഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും സർക്കാരിൽ വിശ്വാസം ആശ്രയിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ഇതുവരെ സ്ഥലം കണ്ടെത്തിയില്ല. എന്നാൽ സ്ഥലം കണ്ടെത്തി അവിടെ കേസ് തീർത്ത് അവിടെ വരുമെന്ന് പറയുമ്പോഴും ഇപ്പോൾ വീണ്ടും ഒരു ഇതായി പറയുന്ന കേസ് നിലനിൽക്കും, അല്ലെങ്കിൽ ആ കേസ് തള്ളിപ്പോവില്ല എന്നുള്ള രീതിക്കാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മൾ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിട്ട് മുന്നോട്ട് പോകുക, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോകുക എന്നല്ല. ഇത് ഒരു ഭാഗത്ത് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. നമുക്ക് അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകണം. ഫ്രാൻസിസ് നമുക്കൊപ്പമുണ്ട്, നവാസ് ഉണ്ട്, ഒപ്പം പ്രശാന്ത് മലവേലുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ 2 സ്ഥലങ്ങളും ഈ മാസത്തോടുകൂടി കേസും കൂട്ടങ്ങളിൽ നിന്ന് മുക്തമായി ജനുവരി 1 or 2 അല്ലെങ്കിൽ ആദ്യ ആഴ്ചയിൽ തന്നെ പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടം തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിലെ വീട്, സ്കൂള്, അമ്പലമെങ്കിൽ അമ്പലം, പള്ളിയെങ്കിൽ പള്ളി, ചർച്ച്, അതേപോലെ ആശുപത്രി സംവിധാനങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരുന്ന മാതൃകാ പദ്ധതിക്കാണ്. കേന്ദ്രത്തിൻ്റെ സഹായം എവിടെയെന്നൊരു ചോദ്യമുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? BJP-യുടെ? ഇല്ല അരുൺ സാർ, ഒരു കോടതിയിൽ വ്യവഹാരം നടക്കുമ്പോൾ നമുക്കറിയാം, കോടതി ഇന്ന് വരെ അന്ന് ഈ എതിർകക്ഷികൾ പരാതി കൊടുത്തു എന്നതൊഴിച്ചാൽ രണ്ടാമത് ആ കേസ് ഇന്ന് വരെ പരിഗണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അടുത്ത ആഴ്ച തീരുമെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഈ പാവങ്ങളെ വെറുതെ പറ്റിക്കുകയാണ്. ഈ പറ്റിക്കുന്നതിൽ മുഴുവൻ വീണു പോവുകയാണ്. നോക്കൂ, 4-4.5 മാസം കഴിഞ്ഞു. 4.5 മാസമല്ല, 6 ദിവസം കഴിഞ്ഞാൽ 5 മാസം പൂർത്തിയാവാൻ പോവുക. ഈ 5 മാസത്തിനിടയ്ക്ക് ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്താണ്?
അവിടെയുള്ള ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ലേ. എന്ന് ഓഗസ്റ്റ് മാസം 10-നുള്ളിൽ ചെയ്യേണ്ട പണി 5 മാസം കഴിഞ്ഞിട്ടും ഇന്നും പൂർത്തിയായിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി ചർച്ച ചെയ്യുകയാണ്. കാരണം അതിൽ 588 ആളെ പേര് കൊടുക്കുന്നു, 388 ആളാവുന്നു, അതിൽ 70 ആളുകൾ ഇരട്ടിപ്പിച്ചു വരുന്നു. അതായത് ലിസ്റ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി അതും പോരാ. രണ്ടാമത് നമുക്ക് എന്താണ് വേണ്ടത്? ലിസ്റ്റ് തയ്യാറായാൽ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതിൽ ആർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. ലിസ്റ്റേ തയ്യാറായിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ആ ചോദ്യത്തിന് പ്രതികരണം എടുത്തു വരാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഫ്രാൻസിസ്, അതൊരു ചോദ്യമല്ലേ. ഇപ്പോൾ ഇതാ 4 മാസം കഴിഞ്ഞ് 26 ദിവസങ്ങളുമായിരിക്കുന്നു, 24 ദിവസങ്ങളുമായിരിക്കുന്നു. ഇനി 3 ദിവസം കഴിഞ്ഞാൽ 5 മാസമാവും. പക്ഷേ ഇതിനിടയിൽ 588 പേരുടെ ലിസ്റ്റ് പോലും മാന്യമായി വൃത്തിയായി വെടിപ്പോടുകൂടി തയ്യാറാക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് പറ്റാത്തത്? എത്ര ഉദ്യോഗസ്ഥന്മാർ ഇതിനുവേണ്ടി ചുമതലയിലുണ്ടായിരുന്നു? റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, എല്ലാ വകുപ്പുകളും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ആ രക്ഷാപ്രവർത്തനത്തിന് കണ്ട ഒരു താല്പര്യം ഈ ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ ജാഗ്രത ഇല്ലാതെ പോയതുകൊണ്ടാണ് 70 പേരുടെ പേരിൽ ഇട്ടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. 558 പേര് 358 പേരെ ചുരുങ്ങി എന്നാണ് പറയുന്നത്. അപാകതകളും അബദ്ധ പഞ്ചാംഗവുമാണെന്ന് നാട്ടുകാർ പറയുന്നു. എങ്ങനെ ഇത് സംഭവിച്ചത്? ജാഗ്രതയുള്ള സർക്കാർ ഇത് പറ്റുമോ? അല്ല, ഇതിനകത്ത് ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, നമുക്ക് കുറ്റമറ്റതായിട്ടുള്ളൊരു ലിസ്റ്റാണ് തയ്യാറാക്കേണ്ടത്. ആ കുറ്റമറ്റതായ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രൊസീജിയർ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പം ഇപ്പം പുറത്തുവിട്ട ലിസ്റ്റ് എന്ന് പറയുന്നത് അന്തിമ ലിസ്റ്റും അല്ല, കരട് മാത്രമാണ്. പക്ഷേ കരടാണെങ്കിൽ അതിനകത്ത് ഞാൻ വാർഡുകളല്ലേ, ഒരു നിമിഷം, അല്ല 3 വാർഡുകളല്ലേ? ആ 3 വാർഡുകളിലുള്ള മനുഷ്യരെ കണ്ടെത്താൻ ഇത്രയും സർക്കാർ സംവിധാനമുള്ളപ്പോൾ അതിന് എന്താ ബുദ്ധിമുട്ട്? അല്ല, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉണ്ടായിട്ടുള്ളത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ്. അത് ജാഗ്രതക്കുറവല്ലേ എന്നതാണ്. ക്ലറിക്കൽ മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുക തന്നെ ചെയ്യുന്നുള്ളത് യാതൊരു സംശയമില്ല. ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നത് ചൂണ്ടിക്കാണിച്ചത് തിരുത്തി അപ്ഡേറ്റ് ചെയ്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് എന്താ വിഷയം, ഇത് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പം അത് തിരുത്തി ഇതിൻ്റെ ദുരന്തബാധിതരായിട്ടുള്ള ആവശ്യപ്രകാരം അപ്ഡേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് 2 ലിസ്റ്റുകൾ ആണ്, കരട് ലിസ്റ്റ് എന്ന നിലയ്ക്ക് 2 ഘട്ടത്തിലാണ് ലിസ്റ്റ് തയ്യാറാക്കുമെന്ന് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുക. അതിനകത്ത് ഒന്നാമത്തത് ആദ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ട വീടുകൾ, മറ്റൊന്ന് നമുക്ക് ഇനി അവിടെ താമസയോഗ്യമല്ലാത്ത പ്രദേശത്തെ വീടുകൾ, അതായത് അവിടെ താമസയോഗ്യമാണ്. ആ താമസയോഗ്യമായ അല്ലാത്ത പ്രദേശത്തെ ലിസ്റ്റുകൾ 2ാം ഘട്ടം എന്ന നിലയ്ക്ക് പുറത്തുവിടുന്ന. അപ്പോൾ ആദ്യഘട്ട ലിസ്റ്റ് പുറത്തുവിട്ട് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിനുശേഷമാണല്ലോ അന്തിമ ലിസ്റ്റ് നമ്മൾ പുറത്തു വരുന്നത്. ആ അന്തിമ ലിസ്റ്റ് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും ആളുകൾ വിട്ടുപോയിട്ടുണ്ടോ, അപ്പോഴാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്. കേസിൽ കിടക്കുന്ന ഈ 2 എസ്റ്റേറ്റുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. ഈ സർക്കാർ പറയുന്നു ഈ മാസത്തോടുകൂടി കേസ് തീരും. പക്ഷേ കേസ് വീണ്ടും പരിഗണിച്ചിട്ട് പോലും ഇല്ല എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. അത് അദ്ദേഹം അതിനകത്ത് യാതൊരു തരത്തിലും ഫോളോ അപ്പ് നടത്താത്തതുകൊണ്ടാണ്. ഇപ്പോൾ യാതൊരു തരത്തിലും ഫോളോ അപ്പ് നടത്താത്തതുകൊണ്ടാണ്. അതായത് ഇനി അതിനകത്ത് മന്ത്രി പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ അതിനകത്ത് തീരുമാനമാകുമെന്ന് പറയുന്നതിന് പുറകിൽ അത് അങ്ങനെ 1 മാസത്തിനുള്ളിൽ തീരുമാനമാകുമെന്ന് പറയുന്നത് വെറുതെ അങ്ങനെ പറയുന്നല്ലോ, കൃത്യമായ ധാരണയ്ക്ക് പുറത്ത് പറയുന്നതാണ്. അതായത് ഇവരെ സംബന്ധിച്ചോളമുള്ള പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സാമ്പത്തികം വേണമെന്നുള്ളതാണ്. ആ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ കെട്ടിവെക്കാൻ തയ്യാറാണ്. അപ്പൊ പിന്നെ ഇനി തീരുമാനം, അവരുടെ ആക്ഷേപം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായും എടുത്ത തീരുമാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇത്തരത്തിൽ അവരെ ഈ പറഞ്ഞ കേസുമായി പോയ പാർട്ടിക്കെതിരെ അവരുമായി സംസാരിച്ച് ഏറ്റവും വേഗത്തിൽ സെറ്റിൽമെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സെറ്റിൽമെന്റിൽ എത്തുന്നതോടുകൂടി ഈ പറഞ്ഞ അവരുടെ ആക്ഷേപം പരിഹരിക്കപ്പെടുകയും അടുത്ത സിറ്റിംഗിൽ തന്നെ നമുക്കത് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭരണകക്ഷി തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ അപാകത നീക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. അന്തിമ ലിസ്റ്റ് വരുമ്പോൾ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നതാണ്. പക്ഷെ അപ്പോഴും നാട്ടുകാരുടെ ആശങ്ക ഏറ്റെടുത്ത ഭൂമിയിലെ കേസ് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. ആ ആശങ്കകൾ അവസാനിപ്പിക്കാൻ മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ആശങ്കകൾ എന്നൊഴിയും എന്നാണ് ചോദ്യം. ആശങ്ക വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ, മാതൃകാപരമായ ടൗൺഷിപ്പും പുനരധിവാസവുമായിരിക്കുമെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ അതിനേറ്റെടുത്ത സ്ഥലം ഇപ്പോൾ കേസിലും നൂലാമാലയിലുമല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. എങ്ങനെയാണ് ഈ സർക്കാരിനെ വിശ്വസിക്കുന്നത്
വിശ്വസിക്കുക? ആദ്യ കരടിൽ പോലും അപാകതകളില്ലേ എന്ന് നാട്ടുകാരും ചോദിക്കുന്നു. അത് അന്തിമ ലിസ്റ്റിലെന്ന് സർക്കാർ പറയുന്നു. നവാസ് നമുക്കൊപ്പം ചേരുന്നു, ലീഗ് പ്രതിനിധി, KM ഫ്രാൻസിസ് CPM പ്രതിനിധി, ഒപ്പം പ്രശാന്ത് മലവയൽ BJP പ്രതിനിധി. നവാസ്, സർക്കാർ നൽകുന്ന ഉറപ്പ് മാതൃകാപരമായ, കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച ടൗൺഷിപ്പായിരിക്കും ഈ കൽപ്പറ്റയിൽ എൽസ്റ്റോണിൽ വരാൻ പോകുന്നത്, നെടുമ്പാലയിൽ വരാൻ പോകുന്നത്. ആദ്യത്തെ കരടിൽ ചില അപാകതകൾ ഉണ്ടായിരുന്നു, അത് തിരുത്തി അന്തിമ ലിസ്റ്റ് വരും. ആശങ്കകൾ വേണ്ടതില്ല എന്നാണ്. പിന്നീട് എന്താണ് നിങ്ങൾക്ക് പ്രതിഷേധം? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടൊപ്പം രാഷ്ട്രീയം മറന്നുകൊണ്ട് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കാനും മുസ്ലിം ലീഗും അതുപോലെ തന്നെ UDF-ഉം തയ്യാറായിരുന്നു. പക്ഷേ തുടർച്ചയായി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗതയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള കാരണം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പുനരധിവാസത്തിനായി 5 മാസമായിട്ടും എടുക്കാനിരിക്കുന്ന ഭൂമി, ഇന്ന ഭൂമി എടുക്കുമെന്നുള്ളത് പറയുമ്പോഴും അപ്പോഴും ഉയരുന്ന ചോദ്യം, എൽസൺ എസ്റ്റേറ്റ് ആവട്ടെ, നെടുമ്പാലയിലെ എസ്റ്റേറ്റ് ആവട്ടെ, അതിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ വ്യവഹാരത്തിലുള്ള ഒരു വയനാട്ടിലെ ഏത് എസ്റ്റേറ്റ് ഭൂമി എടുത്താലും കേസില്ല. നമ്മൾ ചോദിക്കുന്നത്, ഇതിലാദ്യം ഗവൺമെന്റ്, ഇപ്പൊ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, മന്ത്രി തന്നെ പറയുന്നു 1 മാസത്തിനകം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എൽസൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള കേസുകളുണ്ട് ഗവൺമെന്റ് വ്യക്തമാക്കട്ടെ. അവിടുത്തെ ഇവർ തമ്മിലുള്ള തർക്കമുണ്ട്, അവിടുത്തെ തൊഴിൽ തർക്കങ്ങളുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതെല്ലാം പരിഹരിക്കാമെന്നുള്ളതും ഇത് പരിപൂർണമാവുമെന്നുള്ളത് മന്ത്രിക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും? ഇവിടെ കൃത്യമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനത്തിൽ ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടെ പെരുമാറണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചു വരുന്നില്ലേ നവാസെ? ഇപ്പൊ 300 രൂപ വെച്ച് കൊടുക്കും, 9,000 രൂപ വീതം. ഒറ്റ ചോദ്യം, ഇപ്പൊ 3 മാസം കഴിഞ്ഞു, വാടക കൃത്യമായി കിട്ടിയില്ലേ? ഒറ്റ ചോദ്യം, വാടക കിട്ടുന്നില്ല എന്നുള്ളത് റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ ചർച്ചയിൽ ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബ് സൂചിപ്പിച്ചപ്പോൾ അത് പിന്നീട് അങ്ങനെ എന്ത് ചെയ്തു, അത് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറയുകയും പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് ഉണ്ടായി. റിപ്പോർട്ടർ ചാനലിൽ നടന്ന വന്നിട്ടുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ജാഗ്രത കുറവ് എപ്പോഴും വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലിസ്റ്റ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് അത് പ്രാഥമിക പട്ടികയാണെന്ന് പറയുന്നു. പ്രാഥമിക പട്ടിക ഉണ്ടാക്കുന്നതിനും ഒരു അന്തസ്സും അഭിമാനവും ഇല്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം ഒരു വാർഡിൽ തന്നെ പരിശോധിക്കുമ്പോൾ 72ഓളം ആളുകളുടെ പേര് ഇരട്ടിപ്പിച്ച് ഒരു ലിസ്റ്റ് അതൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതൊരാളെ പേര്, രണ്ടാമതൊരാളെ പേര്, പിന്നെയും വീണ്ടും വീണ്ടും വരുമ്പോൾ ഒരു സബ് കളക്ടർ, ഒരു IAS, മേപ്പാടി പഞ്ചായത്തും സർവകക്ഷിയും തയ്യാറാക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് കോ ചെയർമാൻ, അതെ, ദുരന്ത നിവാരണ, പറയട്ടെ, അതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ലിസ്റ്റ് മാനന്തവാടി സബ് കളക്ടറായിട്ടുള്ള ഒരു IAS-കാരൻ 368 ആളുകളുടെ ഈ ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നു. അത് യോഗത്തിൽ പ്രസന്റ് ചെയ്യുന്നത് മറ്റൊരു IAS-കാരി കൂടിയായിട്ടുള്ള ജില്ലാ കലക്ടർ. അവിടെ ഇത്ര ആളുകളുടെ പേരുണ്ട്, ഇത്ര ആളുകളുടെ എണ്ണമുണ്ട് എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടതും അവിടെ അംഗീകരിക്കപ്പെട്ടതും. ആകെയുള്ള ഒരു ജനപ്രതിനിധി ആയിട്ടുള്ള അദ്ദേഹം അവിടെ അന്ന് ഉന്നയിച്ചു. നിങ്ങൾക്ക് മിനിറ്റ്സ് പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഉന്നയിച്ചു, പഞ്ചായത്തും സർവകക്ഷിയും ചേർത്തുണ്ടാക്കിയിട്ടുള്ള 540 ആളുകളുടെ ലിസ്റ്റ് എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു സബ് കലക്ടറും അതുപോലെ തന്നെ ഒരു കലക്ടറും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലിസ്റ്റിൽ ഇങ്ങനെ അബദ്ധമാകുമെന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചിന്തിക്കോ? പരിഹരിച്ചു എന്നാണ് ഫ്രാൻസിസും മന്ത്രിയും പറയുന്നത്. അന്തിമ ലിസ്റ്റ് വരുമ്പോൾ 540 പേരുടെയും ലിസ്റ്റ് എന്തുകൊണ്ടാണ്? ജാഗ്രത കുറവല്ലേ? ഒരു നിമിഷം ഇത് നമ്മുടെ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് വന്നാൽ, യഥാർത്ഥത്തിൽ സർക്കാർ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ട്? സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഉള്ളത് നടന്നിട്ടില്ലേ? അത് 100% സത്യസന്ധമാണോ എന്ന് സംശയമുണ്ട്. കാരണം പലരും നമ്മളോടത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. തന്നെയല്ല, ഇവിടെ ഈ ഭൂമി ഏറ്റെടുത്ത് കേസിലായെന്ന് പറയുന്നു. അതിനു മുമ്പ് ഈ ഭൂമിയുടെ ഉടമസ്ഥരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു സർക്കാർ. ആർജവമുള്ളൊരു സർക്കാരാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം അതാണ്. ആ സംശയം ദൂരീകരിക്കണം, ഉടമസ്ഥരുമായിട്ട് സംസാരിക്കണം, തടസ്സം നീക്കണം. അതില്ലാതെ വലിച്ചഴിച്ച് കോടതിയിൽ കൊണ്ടുപോയിട്ട് സിവിൽ കേസാണ്, നമുക്കറിയാം. സിവിൽ കേസ് എങ്ങനെയും വലിച്ചഴിച്ച് എത്ര വർഷം നീട്ടിക്കൊണ്ടുപോകാം. അത് ഈ ദുരന്തത്തിലെ ദുരന്ത ബാധിതരെ ആശങ്കയിലേക്ക് ആഴ്ത്തുന്ന ഒരു സംഭവമാണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കേസിൽ പോകുന്നതിന് മുമ്പ് ഈ എസ്റ്റേറ്റിന്റെ ഉടമകളുമായി സംസാരിച്ചിരുന്നോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചർച്ച നടന്നിരുന്നോ? നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത്
എത്രയും പെട്ടെന്ന് ഇത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിൽ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് പോയത്. അതിനകത്ത് ഉടമകൾ ഉൾപ്പെടെ കൗണ്ടർ കേസ് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഏറ്റെടുക്കുന്നതിന്റെ നിയമപ്രകാരമാണല്ലോ കേസിലേക്ക് പോകുന്നത്. ഉടമകൾ കൗണ്ടർ കേസിലേക്ക് പോയി. കൗണ്ടർ കേസിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് അത്തരം ഒരു പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നിയമമില്ല. ഇത് ഏറ്റെടുക്കാനുള്ള നിയമമുള്ളതുകൊണ്ടാണല്ലോ ആ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് കേസ് അല്ല, ആ കേസ് അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുള്ള സ്ഥിതിക്ക് പിന്നെ പരിശോധിച്ചു, അവരുമായിട്ട് ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതുകൊണ്ടാണല്ലോ ഇതിപ്പോ സെറ്റിൽമെന്റിലേക്ക് പോകുന്ന സാഹചര്യം ഉള്ളത്, തീരുമാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണല്ലോ തീരുമാനത്തിലേക്ക്. വർഷങ്ങളായി പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയല്ലേ, സെറ്റിൽമെന്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ബാക്കി HML ഇവിടെ മാത്രം നെടുമ്പാല എസ്റ്റേറ്റിൽ മാത്രമല്ലല്ലോ, മറ്റ് പ്രദേശങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ HML ഭൂമിയുണ്ട്. ഈ ഭൂമിയിലൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇവർക്ക് വില കൊടുത്ത് വാങ്ങിച്ചാൽ ഇതേ വാദം അവർ ഉന്നയിക്കില്ലേ? സർക്കാരല്ലേ ഇത് ഏറ്റെടുക്കുന്നത്? സർക്കാരുമായിട്ടാണ് കേസ്. സർക്കാരുമായിട്ടാണ് കേസ്. പഴയ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇത് താൽക്കാലികമായി അവർക്ക് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്. അല്ലെങ്കിൽ ഇത് അളവിൽ കൂടുതൽ ഭൂമിയുള്ളത് സർക്കാരിന് അവകാശപ്പെട്ടതാണ്. സർക്കാരിന് അവകാശപ്പെട്ടതാണ്. ആ സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആകെ അത്ര പ്രശ്നമുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വാല്യൂ വേണം എന്നുള്ളതാണ്. ആ വാല്യൂ വേണമെന്ന് പറയുന്നതിനകത്ത് അവരുടെ വാദഗതി കേട്ട് അതിനകത്തൊരു സെറ്റിൽമെന്റിലേക്ക് പോയി. എന്താ പ്രശ്നം? നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂമി ഇവർക്ക് ഏറ്റെടുത്ത് നൽകാൻ ആവശ്യമായിട്ടുള്ള നെടുമ്പാല എസ്റ്റേറ്റിന് ഇപ്പൊ പണം കൊടുത്ത് ഈ ഭൂമി ഏറ്റെടുത്താൽ സമാന രീതിയിൽ മിച്ചഭൂമിയുള്ള ഇവരുടെ പാട്ടക്കാലാവധി കഴിഞ്ഞ സ്ഥലങ്ങൾക്ക് സർക്കാർ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരില്ല എന്നാണ് ചോദ്യം. സർക്കാരല്ലേ ഇത് ഏറ്റെടുക്കുന്നത്? സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണെന്നാണല്ലോ പറയുന്നത്. അതിന് പണം കൊടുക്കുന്നത് എന്തിനാ? അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നിങ്ങൾ അതിനകത്ത് വേറെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അതായത് HML-ഉം ഈ നമ്മളെ ഗവൺമെന്റുമായിട്ട് വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് കേസ് നടക്കുകയാണ്, നിങ്ങൾക്കറിയാലോ. അത് കേസ് കിടക്കുന്ന ഭൂമിയാണ്. അതെ, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് കേസ് നടക്കുകയാണ്. ഈ HML-ന്റെ എല്ലാ എസ്റ്റേറ്റിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഈവൻ ചൂരൽമലയിൽ പോലും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവർ പറയുന്ന സെറ്റിൽമെൻറ്റ് നടക്കുകയാണെങ്കിൽ അവർ പറയുന്ന പൈസ കൊടുക്കണം, വേണ്ടേ? പൈസ കൊടുക്കുമ്പോൾ അടുത്ത കേസ് വിളിക്കുമ്പോൾ ഇതേ കേസുകൾ നടക്കുകയാണല്ലോ HML ആയിട്ട്. അവർ പറയുകയാണ് ഞങ്ങളുടെ ഭൂമി ആയതുകൊണ്ടാണ് ഞങ്ങൾ വില കൊടുത്ത് ഞങ്ങൾ ഗവൺമെൻറ് ഇത് സെറ്റിൽമെൻറ്റിന് വില കൊടുത്ത് വാങ്ങിച്ചെന്നുള്ള വാദം അവരവിടെ പറയില്ലേ? അപ്പോൾ ഇത് സാധ്യമാകുമോ? ഗവൺമെന്റിന് ബുദ്ധിമുട്ടല്ലേ? കേസിൽ നിന്ന് പിന്മാറിയാലോ? ഇത് വിശദമായിട്ട് ഞങ്ങൾ മന്ത്രിയായിട്ട് ചർച്ച ചെയ്താണ് ഈ ഒരു വിഷയം. അപ്പോൾ മന്ത്രി നമുക്ക് തന്ന അതിന്റെ ഡീറ്റെയിൽ, അതായത് ഈ കേസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് തർക്കമാണ്. ഓണർഷിപ്പ് പക്ഷേ ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാർ കാശ് കൊടുത്ത് വാങ്ങണമെന്നാണ് ചോദ്യം. ഒരു മിനിറ്റ്, ഭൂമി ഏറ്റെടുക്കുന്നത് ഡിസാസ്റ്റർ ആക്ട് പ്രകാരമാണ്. അത് ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട്, നിയമമുണ്ട്. അങ്ങനെ പണം കൊടുക്കുന്നത് എന്തിനാ? പണം കൊടുക്കുന്നില്ല. പണം സർക്കാർ പറഞ്ഞല്ല, കോടതി കെട്ടിവെക്കാമെന്ന. അരുണായി കോടതിയിൽ കെട്ടിയ ഓണർഷിപ്പ് തർക്കം തീരുമ്പോൾ അത് ആർക്കാണ് വിധി വരുന്നത്? അവരാണ് എടുക്കുക. അതായത് ഇപ്പൊ പണം എസ്റ്റേറ്റ് മുതലാളിക്ക് കൊടുക്കുകയല്ല ചെയ്യുക, പകരം എന്താ ചെയ്യുക? കോടതിയിൽ അത് കെട്ടിവെക്കും. കേസ് എന്ന് അവസാനിക്കുന്നോ ആ സമയത്ത് പണം കൊടുക്കും. അതാണ് നടപടി. കേസ് കോടതിയിൽ കെട്ടിവെക്കോ? അതാണ് ചോദ്യം. കോടതി കെട്ടിവെക്കും പണം. ഈ നിയമ പ്രശ്നങ്ങള് കോടതിയിൽ കെട്ടിവെക്കാൻ തീരുമാനമുണ്ടോ? ഒരിക്കലുമില്ല. കോടതി വ്യവഹാരം നീണ്ടുപോകാനാണ് സാധ്യത. ഇങ്ങനെ ഏറ്റെടുക്കാൻ കഴിയില്ല. രണ്ടാമത് ഒരു ചോദ്യം കൂടി ആദ്യഘട്ടത്തിൽ തന്നെ അരുൺ അത് കേൾക്കൂന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും BJP-യുടെ ജില്ലാ നേതാവ്, അദ്ദേഹത്തിന് താല്പര്യം എന്താ നമുക്ക് കറക്റ്റ് അറിയാം. ഞാൻ BJP-യുടെ ജില്ലാ നേതാവായിട്ട് ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറായിട്ട് അവിടെ നിൽക്കുന്നത്. അല്ല ഞാൻ പറയുന്നത് ചെയ്തതിന് പുറകിലെ താല്പര്യമാണ് ഞാൻ പറഞ്ഞല്ലോ. അതായത് കോടതിയിലാണ് പൈസ കെട്ടിവെക്കുക. തയ്യാറാണോ? കോൺട്രാക്ട് തയ്യാറാണോ? നവംബർ 15 തയ്യാറാക്കി ഒപ്പുവെക്കുന്നല്ല പറഞ്ഞത്. ടെൻഡർ വിളിക്കുന്നത് 31-ന്. EPC റെഡിയാണോ? EPC റെഡിയാണോ? ഈ കോടതി പറഞ്ഞെന്നു മനസ്സിലായോ നിങ്ങൾക്ക്? EPC എന്ന് പറഞ്ഞേ മനസ്സിലായോ?
EPC എഞ്ചിനീയർ, അതായത് എഞ്ചിനീയറിംഗ് നിർമ്മാണപരമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് തയ്യാറാക്കണം അല്ലേ? ആ ഒരു കരാർ ഏറ്റെടുത്താലേ നടക്കുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അത് തയ്യാറാക്കണമെങ്കിൽ പോലും 15 നവംബർ 15 തയ്യാറാക്കണം. അത് തയ്യാറാക്കണമെങ്കിൽ പോലും ഭൂമി ഏറ്റെടുപ്പ് നടക്കണം. അത് നടന്നിട്ടില്ല. ഇനി എന്ന് അതെ, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിച്ച എളുപ്പത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് കേസിലേക്ക് പോയി എന്നുള്ള ഒരു വസ്തുതയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് ഈ പറഞ്ഞ തരത്തിൽ സർക്കാർ ചെയ്യുന്നത്. അത് പൂർത്തിയാക്കുന്നതോടുകൂടി ഇതിനകത്ത് വേറെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ബാക്കി ചെയ്യുമെന്ന നിലപാടില്ല സർക്കാർ എടുത്ത്. ഇന്നും സർക്കാർ എന്ന നിലയ്ക്ക് ഈ പ്രസ്തുത ഭൂമിയിൽ സർവേ നടത്തി ബിൽഡിങ്ങിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റടിസ്ഥാന സൗകര്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവേ നടത്തി അതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ പ്രതികരിച്ചത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന BJP നേതാവിന് വേണ്ടത് ഈ ഭൂമി ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വേണ്ടതെന്ന് തോന്നുന്നു. കൃത്യമായി ഭൂമി വിഷയത്തിലുള്ള അറിവ് നൽകിയപ്പോൾ അദ്ദേഹത്തിന് അത് മാറി. ഇനി നിർമ്മാണത്തിന്റെ കാര്യങ്ങളായി മുന്നോട്ട് വരുന്നത് നാളിതുവരെ രൂപരേഖ കിഫ്ബിയുടെ സബ് ഏജന്റിയായ കിക്കോ ആ രൂപരേഖ നേരത്തെ മുമ്പ് ചോദിച്ച രൂപരേഖ സമർപ്പിച്ചു കഴിഞ്ഞു. വീണ്ടും സർവേ എത്രത്തോളം ആവശ്യമായ സ്ഥലമാണ് എന്ന് കണ്ടെത്താൻ വീണ്ടും സർവേ ആരംഭിച്ച് അതിന് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്യണം. അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹം ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയും നേരം സംസാരിച്ചത് അദ്ദേഹം കേന്ദ്ര സഹായത്തെക്കുറിച്ച് എന്തോ ഒരു വാക്ക് പറയാത്തത്? കേന്ദ്ര സഹായത്തെക്കുറിച്ച് ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ തന്നെ നൈസമോള് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നൈസമോളെ വന്ന് ഇവിടെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും ഇപ്പം ഞങ്ങൾ ചൂരൽമലക്കാരൻ്റെ ആശങ്ക എന്ന് പറയുന്നത് ഇനി നൈസമോളെ കെട്ടിപ്പിടിച്ചതിന്റെ പൈസ വാങ്ങേണ്ടി വരുമോ കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്ക പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്രത്തിന് നേരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദുരന്തമുഖത്ത് നിൽക്കുന്ന നാട്ടുകാരോട്, അതും ഈ എയർലിഫ്റ്റിങ്ങിന് ഈ കാലത്ത് മാത്രം 13 കോടി ചെലവായി എന്നിരിക്കെ 2006 മുതൽ വായുസേന വന്ന് നമ്മളെ രക്ഷിച്ചതിനുള്ള ബില്ലടിച്ചു കൊടുത്തത് ശരിയാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു. ആ ചോദ്യമാണ് നാട്ടുകാർ ഒരിക്കൽ കൂടി ചോദിക്കുന്നത്. രണ്ടാമത്തെ വിഷയം അതാണ്. ആരൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ കിട്ടിയോ? ഇന്നേക്ക് 4 മാസത്തിനും 26 ദിവസങ്ങൾക്ക് മുമ്പ് ഉരുളെടുത്തുപോയ ജീവിതങ്ങളും ഉരുളെടുത്തുപോയ സ്വപ്നങ്ങളുമായി കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർ, അവർക്കിപ്പോഴും ആശങ്കകളുണ്ട്. പുനരധിവാസത്തിന്റെ പദ്ധതി തയ്യാറാകുന്ന ഘട്ടത്തിലും കേസിലും കൂട്ടത്തിലും പെട്ട ഭൂമി കിടക്കുന്ന സാഹചര്യത്തിലും ടൗൺഷിപ്പിനെ കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ പങ്കുവെക്കുമ്പോഴും ഒരുപാട് ആശങ്കകൾ അവർക്ക് പങ്കുവെക്കാനുണ്ട്. ആശങ്കകൾ തേടിയാണ് ചുരം കയറി വന്നത്. എന്താ പ്രധാനമായിട്ടുമുള്ള വിഷയങ്ങൾ? ഇപ്പോൾ കേസ് കിടക്കുകയാണ് ഭൂമി. ഈ കേസ് നീണ്ടുപോവുകയാണെങ്കിൽ മറ്റ് സംവിധാനം ഗവൺമെൻറ് ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടോ? ഇനി നീണ്ടുപോകുന്നതിനനുസരിച്ച് ഇത് പല ആളുകൾക്കും ചിലപ്പം ടൗൺഷിപ്പ് വരാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അങ്ങനെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഗവൺമെൻറ് സാമ്പത്തികം നൽകി കൊടുക്കാനുള്ളൊരു തയ്യാറുണ്ടോ? 2, ഫസ്റ്റ് ഇവിടെ ചീഫ് സെക്രട്ടറി വന്ന സമയത്ത് 1023 പ്രഖ്യാപിച്ചത് വീടുകൾ. ഇപ്പോൾ ലിസ്റ്റ് വന്ന സമയത്ത് 388 വീടുകളേ ഉള്ളൂ. അപ്പോൾ അന്ന് ഏത് ലിസ്റ്റ് പ്രകാരമാണ് അന്ന് അത്രയും വീടുകൾ എണ്ണം ഉണ്ടാക്കിയെടുത്തത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് വീണ്ടും ഇങ്ങനെ ഇത് വരുന്നത്? ഇത് മനഃപൂർവ്വം ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ഇതിലാണോ എന്നുള്ളതാണ് സംശയം. അടുത്ത വർഷം ആദ്യം ജനുവരിയിൽ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രി പറഞ്ഞതും ഗവൺമെൻറ് പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വാസം എടുത്തുകൊണ്ടാണ് ജീവിച്ചു ഇരിക്കുന്നത്. മന്ത്രി പറഞ്ഞതൊക്കെ നടന്നിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ഇതിപ്പോൾ നീണ്ടു പോകുന്നതുകൊണ്ടുള്ളൊരു പ്രയാസം എല്ലാവർക്കും ഉണ്ട്. ഈ തറക്കല്ലിടൽ ഈ അടുത്ത മാസം നടന്നില്ല എങ്കിൽ വീണ്ടും ഇത് നീണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് ഗവൺമെൻറ് കണ്ടുവച്ചുള്ളതാണ് അറിയേണ്ടത്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതും അതിനും അപ്പുറമുള്ള വിഷയം? കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ കരട് പട്ടികയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നിർദ്ദേശം വെക്കാനാണ് സർക്കാരിന് മുമ്പിൽ വെക്കാനുള്ളതാണ്. കാരണം മേപ്പാടിയിൽ ഒരു ഓൾ പാർട്ടി പ്രാദേശികമായിട്ടുള്ള ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു പഞ്ചായത്തിൽ. അപ്പോൾ അതുപോലെ ഇപ്പോൾ കരട് പട്ടിക വന്നല്ലോ, ഇത് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് പ്രാദേശികമായിട്ട് വിളിച്ചു ചേർത്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് പരിഹരിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പകരം ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണോ നടന്നത്? ലിസ്റ്റ് ആയിരിക്കും. ഇത് ഓഫീസ് റൂമിൽ ഇരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു പട്ടികയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് വീഴ്ചയാണ്. ജനപ്രതിനിധികളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണമായിരുന്നു നടത്താൻ. ജനങ്ങളെ, അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. 2, ഇത് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. മാനദണ്ഡം പറയുന്നത് വീട് ഫുൾ വാഷ് ഔട്ട് ആയിട്ടുള്ളതാണ്. അത് ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ആ പ്രദേശത്തേക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ജോൺ മത്തായി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോൺ മത്തായി പറഞ്ഞ സ്ഥലങ്ങളിലുള്ളവർക്കും വീടുണ്ട്. അതാണ് 2ാം ഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ അത് കാലതാമസമല്ല, 2ാമത്തെ ലിസ്റ്റ് എന്ന അർത്ഥമേ അല്ല. ആ ലിസ്റ്റ് അങ്ങനെ വരാനുള്ളൊരു മാനദണ്ഡമാണ്. ഒന്ന് ഈ ജോൺ മത്തായി സാറിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു മാർക്കിംഗ് വേണമായിരുന്നു. അത് നടത്തിയില്ല. അന്ന് സമരവും കാര്യങ്ങളായിട്ട് അന്ന് നടക്കാതെ പോയി. ആ മാർക്കിംഗ് ചെയ്തുകൊണ്ട്
ഞങ്ങൾ ഇപ്പൊ പിന്നെ എങ്ങനെ ആ ലിസ്റ്റ് വരാൻ പോകുന്നത്? ഈ ആവശ്യം വെക്കുകയാണ്. ആ മാർക്കിംഗ് ചെയ്തുകൊണ്ട് ആ 50 മീറ്റർ 30 മീറ്റർ മുതൽ 83 മീറ്റർ വരെയാണ് അദ്ദേഹം മാർക്കിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള വീടുകളെല്ലാം വരികയാണെങ്കിൽ ഈ ആശങ്കയുള്ള കുറച്ച് വീടുകളുണ്ട്. ഈ സ്കൂൾ റോട്ടിലും അതുപോലെ തന്നെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം നിലനിൽക്കുന്ന വീട്, അങ്ങോട്ട് ഒരിക്കലും പോകാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നത് ജോൺ മത്തായിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ലിസ്റ്റിൽ വീടുകൾ വേണം എന്നാണ്? തീർച്ചയായിട്ടും അതാണ് സർക്കാരും പറയുന്നത്. അങ്ങനെ ഉണ്ടാവും എന്നാണ് സർക്കാർ. അത് 1ാം ഘട്ടത്തിൽ വേണം. അപ്പോൾ ഈ മാനദണ്ഡത്തിൻ്റെ പ്രശ്നമാണ്. 1ാം ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായും തകർന്ന വീടുകൾ, 2ാം ഘട്ടം എന്ന് പറയുന്നത് അവിടെയുള്ള വാസയോഗ്യമല്ലാത്ത വീടുകൾ. അനുസരിച്ച് പൂർണ്ണമായും തകർന്ന വീട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട് നിൽക്കുന്നത് അങ്ങോട്ട് പോയി. അത് ടെക്നിക്കലി അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. പകരം അതിന് പ്രയോറിറ്റി വിഷയമില്ല എന്നാണ് പറയുന്നത്. അല്ല, അത് ഞങ്ങൾക്ക് ലിസ്റ്റ് 2 എന്നുള്ളതാണോ നിങ്ങളുടെ ആശങ്ക? 2ാമത്തെ ലിസ്റ്റ്, ഈ 2ാമത്തെ ലിസ്റ്റ് ആശങ്ക തന്നെയാണ്. ഇന്നലെ മന്ത്രി എൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്തു. അതിൽ ഒരു ആശങ്കയും വേണ്ട, 2 എന്നുള്ളത് ബി എന്നിടാം എന്ന് പറഞ്ഞു. പ്രശ്നം കഴിഞ്ഞു. എ ബി എന്ന് 2 സാങ്കേതികമായി അങ്ങനെ വേണമല്ലോ. വീട് പൂർണ്ണമായും തകർന്നവർ, വീടുണ്ടെങ്കിലും അവിടെ താമസയോഗ്യമല്ലാത്തത്, ജോൺ മത്തായിയുടെ കണക്ക് പ്രകാരം. അപ്പം അതിന് ആ ലിസ്റ്റും ഈ ലിസ്റ്റും ഒരേ സമയത്ത് കെട്ടിട നിർമ്മാണം തുടങ്ങും. ശരി, ലിസ്റ്റ് ഒരുമിച്ചിടാനാണ് ഞാൻ പറയുന്നത്. പിന്നെ അതൊരു മാർക്കിംഗ് വേണ്ടേ? വീട് തകർന്നവരുടെ ഒരു കണക്ക് വേണമല്ലോ. അല്ല, അത് കണക്കായാലെടുക്കാമല്ലോ. അത്രേ ഉള്ളൂ. പഞ്ചായത്തിൽ വെച്ച ലിസ്റ്റിൽ ആ കണക്ക് 2 ലിസ്റ്റ് ഒരുമിച്ചാവും. 2 ലിസ്റ്റ് ഒരുമിച്ചാണോ? ഒരു കാര്യം കൂടെ. പിന്നെ ഈ ഞങ്ങൾക്ക് തരുന്ന വീടുകൾ 15 സെൻറ്റാണ് ഞങ്ങൾ അവകാശം ചോദിക്കുന്നത്. ഞങ്ങൾക്ക് 15 സെൻറ്റ് തന്നെ വേണം. ഇത് ഒരു ഡിമാൻഡ് ഇല്ലാതെ ഞങ്ങൾക്ക് തരണം. കാരണം ഇവിടെ ലൈഫ് മിഷനിലൊക്കെ വീട് കൊടുക്കുമ്പോൾ 12 വർഷം കാത്തിരിക്കണം അതിനൊരു കൈമാറ്റം കാര്യങ്ങൾ നടത്താൻ. ഇത് ഞങ്ങൾക്ക് പോയ വീടാണ് സർക്കാർ തരുന്നത്. അത് ഡിമാൻഡ് ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് വിൽപ്പനയ്ക്കോ മറ്റോ ആകുന്നത് വരെ, അതായത് എല്ലാവർക്കും അല്ല പറയുന്നത്, അപൂർവം ചില ആളുകൾക്ക് അങ്ങനെ വേണ്ടി വരും. അപ്പോൾ ഡിമാൻഡ് ഇല്ലാതെ തന്നെ ഞങ്ങൾക്കത് തരണം. പിന്നെ നമ്മുടെ ഇനിയും ഒരു 40 ചില്ലറ ആളുകൾ ഞങ്ങൾക്ക്. അപ്പോൾ അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട്, അതാണ് ഏറ്റവും കൂടുതലത്തെ ആവശ്യം. ഇത് കൂടാതെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാനുണ്ടോ? സാർ, ഇപ്പോൾ കരട് രേഖ പ്രഖ്യാപിച്ചാൽ മുള്ള അപാകതയുണ്ട്, ഇല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല. ഫുൾ അപാകത. പക്ഷേ അത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയതുകൊണ്ടാണ് മന്ത്രി എന്നോട് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും. അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവരെ ഈ ഇതിനു വേണ്ടി രേഖ കാണിക്കാൻ പോയ സ്ഥലം കാണിക്കാൻ പോയ ആളുകളെ ആരൊക്കെയെന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആരാണെങ്കിലും പിന്നെ ഇത് സ്ഥലം അത് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അവിടെ താമസിക്കുന്ന ആരാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിന് കൂടെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. അവരെ പിടിപ്പ് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. 71 ഒരു വാർഡ് 11ാം വാർഡിൽ മാത്രം 71 ആളുകളാണ് അധികം വന്നിട്ടുള്ളത്. അത് ആ ഉദ്യോഗസ്ഥന്മാരും അവരെ കൂടെ പോയ ആളുകളും കാണിച്ച ഒരു ചെറിയ പ്രശ്നമാണ്. അത് ആ ലിസ്റ്റ് കുറ്റമറ്റതാവും. അതും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് പുതിയൊരു കാർഡ് ലിസ്റ്റ് പ്രകാരം മുണ്ടക്കൈ വെളുകിരണ മുതൽ റാട്ടപ്പാടി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റോഡ് വരെയും, പിന്നെ HS റോഡ് പടവട്ടിക്കുന്ന് മുതൽ പുതിയ വെല്ലറോഡ് റോഡ് വരെയും ഒറ്റഘട്ടത്തിൽ 2 പാട ഒറ്റഘട്ടത്തിൽ ലിസ്റ്റ് ഇറക്കണം എന്നാണ് ഞാൻ. ഇത്രയും ആവശ്യങ്ങൾ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ ജനശബ്ദം പറഞ്ഞോട്ടെ. അതായത് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയപ്പെടാത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ബിൽഡിംഗ് ഓണേഴ്സ്, ബിൽഡിംഗ് അവിടെ കട നടത്തിയിരുന്ന ആളുകളെ അവർക്ക് നഷ്ടപരിഹാരം അവർക്ക് എല്ലാ സന്നദ്ധ സംഘടനകൾക്കും കൊടുത്തു. പക്ഷേ ബിൽഡിംഗ് ഓണേഴ്സിനെ ശ്രദ്ധിച്ചില്ല. അതുപോലെ കൃഷിഭൂമി നഷ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു ഗവൺമെൻറ് പറയുന്നില്ല. അതുപോലെ തന്നെ ഉപജീവന മാർഗ്ഗം അടക്കം കൊടുക്കുമെന്നാണ് ഈ ടൗൺഷിപ്പിന്റെ പദ്ധതിയിൽ പറയുന്നത്. ഒക്കെ പറയുന്നു എന്നല്ലാതെ അതിനൊന്നും വരട്ടെ, പദ്ധതി വരട്ടെ, വരണം. എത്ര 5 മാസമായില്ലാരും പക്ഷെ അത് നോക്കൂ, ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 5 മാസത്തിനുള്ളിൽ ഇത്രയും നടന്നിട്ടുണ്ടോ? ഒരു വിഷയം കൂടി ചികിത്സാ സഹായം. അതുപോലെ ചികിത്സാ സഹായം 136 പേരാണ് അവിടെ ചികിത്സ തേടിയത്. അതിൽ 30 പേർക്ക് ഇതുവരെ കൊടുത്തുള്ളൂ. ബാക്കി മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിലാണ് ഇത് തീരുമാനം എടുക്കേണ്ട വിഷയം. രണ്ടാമത് ജോൺ മത്തായി കമ്മീഷൻ്റെ വിഷയം. അത് സർവകക്ഷി യോഗം നടന്നപ്പോൾ ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള CPMൻ്റെ ആളുകളടക്കം ജോൺ മത്തായി കമ്മീഷനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഒന്നാമത് കാരണം അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞു ഇനി ഇവിടെ 50, അതായത് ഒരു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് ഒരു 50 വർഷത്തേക്ക് പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അനുഭവം 2020 ഉണ്ടായി, 2024 ഉണ്ടായി. ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയയാണ് ഞങ്ങളുടെ, അല്ലേ, നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഇനി ഭാവിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ ഒരു ഗവൺമെൻറ് പരിശോധിക്കണ്ടേ? അവിടെ ഭീഷണി എത്ര കുടുംബങ്ങൾ. ഇപ്പോൾ ഞാൻ ഒരു രാജൻ മറദായി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ കാര്യം പറയാം. മുണ്ടക്കൈ 2020 പൊട്ടി ഇതേ സ്ഥലത്ത് അവരുടെ വീട് പോയതാണ്. അവർക്ക് വേറെ വീട് വെച്ച് കൊടുത്തു. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. വീണ്ടും അവർ മുണ്ടക്കൈയിൽ തന്നെ പോയി താമസിച്ചു. അവരിന്ന് ഈ ഭൂമുഖത്തില്ല. ഗവൺമെൻറ് കൃത്യമായിട്ട് ഇതുപോലെ ഇത്രയും ഒരു ദുരന്തമുഖമാണ്, അപകട ഭീഷണിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതെ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ട് ഇത്തരം അപകട സാധ്യതയുള്ള ഇന്നിപ്പോൾ എനിക്കൊരു 900 കണ്ടി ഭാഗത്ത് കുറേ ആൾക്കാർ ആ ഭാഗത്തൊക്കെ പുത്തുമലയിലൊക്കെ വീട് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും മറ്റ് സ്ഥലം കൊടുത്തിട്ട് അവിടെ റിസോർട്ട് നടത്തുന്നില്ലേ? ഉണ്ട്, ഒരുപാട് അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എന്തോ, അതൊന്നും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ല. അവനവൻ്റെ ഹാബിറ്റാറ്റിൽ നിന്ന് എല്ലാ ജീവികളെയും പോലെ മനുഷ്യരും മാറാൻ താമസമാണ്. ഗവൺമെൻറ് ഫോഴ്സ് ചെയ്തിട്ട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ തിട്ടപ്പെടുത്തി വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് അവിടെ നിന്ന് ആളുകളെ മാറ്റണം. 2020 4000 കുടുംബങ്ങളെ മാറ്റണമെന്ന് പിന്നെ നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പ് പറഞ്ഞിരുന്നു എന്നാണ് കേൾക്കുന്നത്.
അത് ഗവൺമെന്റ് പ്രാബല്യത്തിൽ വരുത്തണം, ആളുകളെ രക്ഷിക്കണം അവിടെ നിന്ന്. ശരി, എന്താ പറയുള്ളത്? വളരെ പെട്ടെന്ന് ചുരുക്കം, ഒറ്റ മിനിറ്റ്. ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവരിങ്ങനെ രണ്ട് ജനകീയ സമിതിയും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്യുകയാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചൂരമലക്കാർക്ക് അതിൻ്റെ വേദനയേ ഉള്ളൂ. കാരണം ഇപ്പോഴും DNA ടെസ്റ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. കാരണം 41 പേര് ഇപ്പോഴും നമ്മളെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പോലും കിട്ടാതെ സ്ഥലത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്നത് എന്തിന് ഇന്ന് ചോദ്യം അല്ലേ? അല്ല, പക്ഷേ അത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലാതെ വേറെ ഒന്നും മാർഗ്ഗമില്ലല്ലോ. ഡെത്ത് സർട്ടിഫിക്കറ്റ് തരട്ടെ, അതെന്ത്? അതിപ്പോൾ സർക്കാർ തരും. പക്ഷെ നമുക്ക് വീട് വേണ്ടേ? ഇത്രയും മനുഷ്യർക്ക് താമസിക്കണ്ടേ? അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കണ്ടേ? അതെ. ഒരു മിനിറ്റ്. അതായത് 21 പേരാണ് ഒറ്റപ്പെട്ടു പോയത്. 21 പേര്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനോജ് പലതിലും നമ്മൾ ഉന്നയിക്കേണ്ട കാര്യം. 21 പേര് മരണപ്പെട്ടു. 6 കുട്ടികളതിൽ 15 പേര് ചെറുപ്പക്കാരും യുവാക്കളാണ്. അതിൽ ശ്രുതിക്ക് മാത്രമാണ് ജോലി നൽകിയത്. പല കുട്ടികളും ഇന്നും എന്ത് ചെയ്യണം? ഒരു മോനെ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തനിച്ച് കിടക്കാൻ പറ്റുന്നില്ല. ആ പയ്യനൊക്കെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഗവൺമെൻറ് ജോലി കൊടുക്കണം എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. ലോങ് ടൈമിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർ പഠിച്ചു വരുമ്പോൾ നിലവിൽ ശ്രുതിക്ക് ജോലി കൊടുത്ത അതേ ആളുകളാണ് മറ്റുള്ളവരും. അവർക്കും അതേപോലെ ഈ 14 പേർക്കും കൂടി ജോലി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രതികരണം. പെട്ടെന്ന് സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ ഈ പരിപാടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്താ തോന്നിയത്? അല്ല, ഈ പരിപാടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രശ്നങ്ങൾ കേട്ടില്ലേ? പ്രശ്നങ്ങൾ കേട്ടു. ഞാൻ ആ നാട്ടുകാരനാണ്. എൻ്റെ വീടും എൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ പോയതാണ്. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞാനിപ്പോൾ മുണ്ടേരിയാണ് താമസം. പക്ഷേ ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഈ നാട്ടുകാരെ സംരക്ഷിക്കാനാണോ അതോ എന്താ പറയുക, ബാക്കി അറിയില്ല, പറയുന്നില്ല. കാരണം അതാണ് ചോദ്യം. ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലേ? പിന്നെന്താ പ്രശ്നം? എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെന്താ പ്രശ്നം? എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെന്താ പ്രശ്നം? അതന്നെ, എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? പറയും. ഞാൻ നിങ്ങളുടെ എന്താ പ്രശ്നം? അതാ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ. നമ്മൾ കൽപ്പറ്റയിലാണ് ഇപ്പോഴുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ പദ്ധതി തയ്യാറാക്കുമ്പോഴും അടിസ്ഥാനമായ ചില കാര്യങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടായോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. അത് ചർച്ച തുടരുകയാണ്. അന്തിമഘട്ടത്തിലേക്ക് പ്രശാന്തേ, പല വിഷയങ്ങൾ നമ്മൾ കേട്ടു. സർക്കാർ ചെയ്യേണ്ടതും ചെയ്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടന്നു. പക്ഷേ ചിലർക്കെങ്കിലും ചില കാര്യങ്ങളിൽ അസ്വസ്ഥതയുണ്ട്. എല്ലാ കാര്യത്തിലും അസ്വസ്ഥതയുണ്ട്. ഞാൻ സർക്കാരിന് എല്ലാ കാര്യത്തിലും ഇങ്ങനെ കരിവാരി തേക്കാനോ ചെളിവാരി എറിയാനോ അല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് സമയമുള്ളതെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഇതിൻ്റെ ലിസ്റ്റിലെ അപാകത. ലിസ്റ്റ് ഉണ്ടാക്കാനൊന്നും 5 മാസം വേണമെന്ന് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല, എവിടെയും നടന്നിട്ടില്ല. ഇതുവരെ 5 മാസമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാത്ത ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല. അത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതെല്ലാം കൂടി ഉദ്യോഗസ്ഥന്മാരെ തലയിൽ കെട്ടി വെച്ചിട്ട് കൊടുക്കുകയാണ്. ഈ അപാകത പരിഹരിക്കാനും ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തല്ലേ ഈ പാവങ്ങൾ പോകേണ്ടത്? ഏത് ഉദ്യോഗസ്ഥൻ്റെ അടുത്താണ്? ഒരു നോഡൽ ഓഫീസറെ വെക്കാൻ ഞങ്ങളൊരു 60 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു നോഡൽ ഓഫീസർ ഇതിനു വേണ്ടി ആരാ ഉള്ളത്? ആരുടെ അടുത്തേക്ക് അവിടെ പോകേണ്ടത്? അപ്പോൾ അതൊക്കെ അവിടെ ഇനിയും ഇതിങ്ങനെ ആശങ്കകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ലിസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇനി എൽസ്റ്റൺ എസ്റ്റേറ്റ്, നിങ്ങൾ മറ്റേ HMLൻ്റെ കാര്യം ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നിലവിലെ കേസ് കൊടുക്കാനുള്ള സാഹചര്യം എന്താണെന്നറിയോ? അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ആ എസ്റ്റേറ്റ് ഉടമയ്ക്കെതിരെ കേസ് കൊടുത്ത് അവിടേക്കുണ്ടായിരുന്ന വൈദ്യുതിയും വെള്ളവും മുഴുവൻ കട്ട് ചെയ്ത് ആ പാവങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതൊരു കാലത്തും തീരാൻ പോവാത്ത ഒരു വ്യവഹാരമാണ് അവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഏറ്റെടുത്തിട്ട് ഈ പാവങ്ങൾക്ക് കൊടുക്കും. അത് അടുത്ത മാസം തറക്കല്ലിടുന്നൊക്കെ പറഞ്ഞാൽ ഇതാരാ വിശ്വസിക്കുക? ഞാൻ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കും കൂടുതൽ പോകുന്നില്ല. ഇനി ഒരു മന്ത്രിസഭാ യോഗം ചേർന്നത് നോക്കൂ. ഇതിനു വേണ്ടി ഒരു മന്ത്രിസഭാ യോഗം ചേർന്നത് ഈ 5 മാസത്തിനിടയ്ക്ക്. എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ഒരു മന്ത്രിസഭാ യോഗം ചേരാത്തത്? ഒന്ന്, ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ സർവകക്ഷികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവാതിരുന്നിട്ടാണോ? എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരു സർവകക്ഷിയുടെ ആളെ പോലും ഇരുത്താതെ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്? എങ്കിൽ അന്ന് പരിഹരിച്ചുകൂടായിരുന്നോ? എന്തിനാണ് ഇന്ന് പരിഹരിക്കാൻ, അല്ലെങ്കിൽ നാളെ പരിഹരിക്കുമെന്ന് പറയുന്നത്? അതുപോലെ തന്നെ ജോൺ മത്തായി ഒറ്റ കാര്യം, പാടില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സഹായം കിട്ടുമായിരിക്കുമല്ലോ. അല്ലല്ല, കേന്ദ്ര സർക്കാർ ഒരു സംശയമില്ല. ശരി, നവാസ് ചുരുക്കി പറയണം. 1.5 മിനിറ്റ്. സർക്കാർ ഇനി ചെയ്യേണ്ടത് എന്ത്? എവിടെയാണ് വീഴ്ച? ചുരുക്കി പറയണം. നേരത്തെ മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ലിസ്റ്റ് ബി ലിസ്റ്റ് എന്നല്ല, ആ 26/11 സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ കൃത്യമായി പറയുന്നത് 1ാം ഘട്ട പുനരധിവാസം, 2ാം ഘട്ട പുനരധിവാസം. അത് രണ്ടും 2 ഘട്ടമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കരട് പട്ടിക റദ്ദാക്കിക്കൊണ്ട്
സർവകക്ഷി തയ്യാറാക്കിയിട്ടുള്ള ആ ലിസ്റ്റ് അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗുകാരനായ ബാബുവാണ്. ഈ ബാബുവിന്റെ വാർഡിലാണ് ദുരന്തം ഉണ്ടായത്. ഇന്ന് വരെ ബാബുവിന് സ്വന്തമായിട്ട് ഇത്ര പേരെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ കാണിച്ചോ? നിങ്ങൾ എത്രയോ ചർച്ചക്കൊന്നല്ലോ, എത്ര ചർച്ചക്കൊന്നല്ലേ ബാബുവിനോട് ചോദിച്ചോ? നിങ്ങൾ എത്രയോ ആളുകൾ നിങ്ങൾ ബാബു എല്ലാ മീറ്റിംഗിലും ഉണ്ട്, എല്ലാ മീറ്റിംഗിലും ബാബു ഉണ്ട്. ഇന്ന് വരെ ഒരു മീറ്റിംഗിലും ബാബു ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല ബാബു നിങ്ങളോട് പറഞ്ഞോ? ബാക്കി എല്ലാം പോട്ടെ, ബാബു ഏതെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞോ? എന്നോട് ചോദിച്ചില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എവിടെ ലിസ്റ്റ് കൊടുത്ത ബാബു? കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് സർവകക്ഷി യോഗം നടത്താൻ സർക്കാരിന് മടി? സർവകക്ഷി യോഗത്തിന് ഇതിനു മുമ്പ് ചീഫ് സെക്രട്ടറി അടക്കം യോഗം നടന്നല്ലോ. ആ യോഗത്തിലൊക്കെ എന്തുകൊണ്ട് ബാബു പറഞ്ഞില്ല? അത് പറയട്ടെ. നേരത്തെ 2019 ഇതേ സ്ഥലത്ത് ദുരന്തം ഉണ്ടായപ്പോൾ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സാഹചര്യത്തിന് എല്ലാവരും കണ്ടതാണ്. നിങ്ങളടക്കം കണ്ടിട്ടുണ്ടാവല്ലോ. ഒന്ന് ഇത്തവണത്തെ ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ പ്രസിഡന്റ് കണ്ടോ? ഇതുവരെ സ്വന്തം ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയമില്ല എന്ന് പറയാം. രാഷ്ട്രീയമില്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ആശങ്കമരിക്കാർ പറഞ്ഞു സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവര് സർക്കാരിനെ ഈ വിശ്വാസത്തിലെടുത്തുകൊണ്ട് 5 മാസം ആവുന്നത്? ഈ 5 മാസം അല്ലാതെ 1 വർഷം 2 വർഷം അല്ല, 5 മാസം ആകുമ്പോഴേക്ക് ഒപ്പരം നിന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാതെ അനാവശ്യ വിവാദം ഉണ്ടാക്കിയാണ് അവരുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച മറച്ചു വെക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. ഇവിടെ വളരെ കൃത്യമായി ബാബു ഈ എല്ലാ വിഷയങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട എന്താ പഞ്ചായത്ത് ഭരണസമിതിയും അവിടുത്തെ സർവകക്ഷിയും തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റ് അംഗീകരിക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. അവിടുത്തെ ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും പറഞ്ഞ അഭിപ്രായമാണ്. രണ്ടാമത് പറയട്ടെ അവിടെ എല്ലാവരും ജനകീയമായി തയ്യാറാക്കിയിട്ടുള്ള ഇവിടെ വയനാട്ടിലുണ്ട് ഈ പറഞ്ഞ ഇവിടെ ചോദിക്കാനുള്ളത് അല്ല, ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടും കാണാതെ കളിക്കുന്നതായിരിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവര് പറയുന്നത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റാണ് മുഴുവൻ കാര്യങ്ങൾ ചെയ്ത്. എന്തുകൊണ്ട് ജില്ലാ കലക്ടർ എന്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല? ഓഫർ ചെയ്ത ആളുകളുടെ സന്നദ്ധ സംഘങ്ങളുടെ യോഗം എന്തുകൊണ്ട് വിളിച്ചു ചേർത്തില്ല? അത് പഞ്ചായത്താണ് വിളിച്ചു ചേർക്കേണ്ടത്. ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ട് അത് ചെയ്തില്ല? പുനരധിവാസത്തിലെ ഭൂമി ഏറ്റെടുക്കൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വയനാട് മെഡിക്കൽ കോളേജിന് ഭൂമി ഏറ്റെടുക്കുന്നത് പോലെ ആവരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. 1-2 കാര്യങ്ങളുണ്ട്. എനിക്ക് സമയം വളരെ ചുരുക്കിയ പറയാം. ലിസ്റ്റുമായി ബന്ധപ്പെട്ട് 2 ലിസ്റ്റ് ആണെന്നുള്ളൊരു പ്രയാസം ഇവിടെ പറഞ്ഞു. ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്നുള്ളത് വേണ്ട, ഒറ്റ ഘട്ടം വേണം. സർക്കാർ കൃത്യമായി മന്ത്രി എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരുമിച്ച് മാത്രമേ ആരംഭിക്കുള്ളൂ. 2 ലിസ്റ്റ് ആകാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ജോൺ മത്തായി നേരത്തെ സൂചിപ്പിച്ചു. ജോൺ മത്തായി എന്ന നിലയ്ക്ക് അവിടെ പറയട്ടെ അവസാനിപ്പിക്കട്ടെ. എന്താ പ്രശ്നം എന്ന് വെച്ചാല് ജോൺ മത്തായി എന്ന നിലയ്ക്ക് അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിന്റെ ജോൺ മത്തായി മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരമുള്ള പ്രദേശത്തിൽ ആക്ഷേപം ഉണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ അവസാനിപ്പിക്കട്ടെ. അതിനകത്തെ സർവകക്ഷി യോഗത്തിനകത്ത് ആളുകൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. ആ അഭിപ്രായ വ്യത്യാസം പരിഗണിക്കുമെന്ന സർക്കാർ പറഞ്ഞത്. അത് പരിഗണിക്കാനുള്ള യോഗം വിളിക്കാണ്. ആ യോഗം വിളിച്ചു 300 പറഞ്ഞിട്ട് 30 മാറിയത് എങ്ങനെ? ഞാൻ പറഞ്ഞത് അതിനകത്തെ ആക്ഷേപം പരിഹരിക്കാൻ യോഗം വിളിക്കാൻ വീണ്ടും വിളിച്ചിട്ടില്ല. ഇന്നുവരെ വിളിച്ചിട്ടില്ല. 5 മാസമായിട്ട് വിളിച്ചിട്ടില്ല. എന്നിട്ടാണ് പഞ്ചായത്ത് വിളിച്ചോന്ന് ചോദിക്കുന്നത്. ഒരാൾ ഒരു സമയം
ത്രിപുരയ്ക്കും ആന്ധ്രാപ്രദേശിനും കോടിക്കണക്കിന് രൂപ നൽകിയപ്പോ ഈ കേരളത്തിലെ ചൂരൽമലക്കാർക്ക് ഒരു രൂപ എന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ലിസ്റ്റ് കൂടി വന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. പക്ഷെ പുനരധിവാസം ആരംഭിക്കുന്നത് ദുരന്തബാധിതരായ ഈ മനുഷ്യർക്ക് ഒന്നും രണ്ടും ഘട്ടമായിട്ടല്ല ഇത് വേണ്ടത്, ഒറ്റ ഘട്ടമായി വേണം. അങ്ങനെ ഒന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ട രേഖയുണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിനകത്ത് വേറെ വേണ്ട. ഇനി മരിച്ചവരുടെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആശങ്കയുണ്ട്. മരിച്ച ഇനി 39 പേരെയാണ് നമ്മൾ നിലവിൽ 44ആയിരുന്നു. അതിനകത്ത് കഴിഞ്ഞ ദിവസം 4 പേരുടെ DNA ടെസ്റ്റ് വന്നു. അതിനകത്ത് ഒന്ന് DYF യൂത്ത് ബ്രിഗേഡ് എന്ന നിലയ്ക്കാണ് 4 ദിവസം മുമ്പ് അവരുടെ ആവശ്യപ്രകാരം കൽപ്പറ്റയിൽ നിന്ന് ആ ബോഡി എടുത്ത് പുത്തുമലയിൽ അടക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് വീണ്ടും 5 എണ്ണം വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോഴും നമ്മുടെ കൈവശമുള്ള DNA-യിൽ ഏകദേശം 90ഓളം DNA മാച്ച് ചെയ്യാത്ത DNA ഉണ്ട്. ഇവിടെ തന്നെ ഈ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് ആദ്യം തൊട്ടടുത്ത കുടുംബക്കാരുടെ DNA എടുത്ത് പരിശോധിച്ച് അത് മാച്ച് ചെയ്യാതെ വരുമ്പം അടുത്ത ആളുടെ വാങ്ങുകയാണ്, അങ്ങനെ മൂന്നാമത്തെ ആളുടെ വാങ്ങുകയാണ്. ഇവരെ തന്നെ പ്രധാനപ്പെട്ട ആശങ്ക വെച്ചു, അവിടെ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാത്ത ബോഡിയും ബോഡി പാർട്സും ഉണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരുടെ ആണോ ഞങ്ങളുടെ ഉറ്റവരുടെ ആണോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. അത് കണ്ടെത്തണ്ടേ? അത് കണ്ടെത്താനുള്ള ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട DNA പ്രൊസീജിയർ അത് ഈ അടുത്ത് തന്നെ പൂർത്തിയാക്കി അതിനുശേഷവും ബാക്കിയുള്ള ആളുകൾക്ക് കൃത്യമായി ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇതില് പ്രധാനപ്പെട്ട വേറൊരു വിഷയമുണ്ട്. നമ്മള് എണ്ണിങ് തരാം. എന്നിട്ട് കേന്ദ്രത്തിനോട് ഇന്ത്യ കണ്ടേ. അതെ, ആദ്യം പോയിട്ട് ഇവിടെ വന്ന് വാചടിക്കുന്നതിന് മുമ്പ് ഈ സംസ്ഥാനം ഇന്ത്യയിലാണ്, എന്തെങ്കിലും സഹായം കൊടുക്കേ എന്നുള്ള ഡയലോഗ് അടിക്കുക. അല്ലാതെ ഡയലോഗ് അടിക്കാൻ അവകാശമില്ല. ഈ വയനാട്ടുകാരെ അവകാശം നിങ്ങൾക്ക് സഹായം കൊടുക്കുക. കൈയിട്ട് 155 രൂപ അതുവരെ കൈയിട്ട് വാരിയ ആളുകളല്ലേ? ആ 155 കോടി രൂപ വരെ കൈയിട്ട് വാരിയ ആളുകളാണ് ഇവിടെ ന്യായീകരണം പറയാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്താ ചൂരൽമലക്കാര് ചെയ്ത തെറ്റ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണ്ടേ? ഈ കേരളത്തിലായതുകൊണ്ടാണോ? ഭരിക്കുന്നതുകൊണ്ടാണോ? 1 രൂപയുടെ സാമ്പത്തിക സഹായം ഒരു രൂപയുടെ അന്തിമ ലിസ്റ്റ് അവിടെ സംസാരിക്കല്ലേ? അവിടെ മൈക്കില്ല. കേക്കൂ, എന്റെ ചോദ്യം ഇതാ. കേന്ദ്ര സർക്കാർ നമുക്ക് പണം തരണം, കോടതി ചോദിച്ചു, കോടതി വിമർശിച്ചു. അതിനിടയ്ക്ക് നമ്മൾ 2006 മുതലുള്ള കണക്ക് കേന്ദ്രം എടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. അതിന് കേന്ദ്രം മറുപടി പറയട്ടെ. പക്ഷേ എനിക്കറിയേണ്ടത്, നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പണം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായി ഇത്ര പേരെ ബാധിച്ചു, ഇത്ര ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു എന്ന കൃത്യമായ കണക്ക് ഇതുവരെയും നിങ്ങളുടെ കയ്യിലില്ല, ഈ നിമിഷവുമില്ല. ത്രിപുരയ്ക്ക് പൈസ കൊടുത്തേക്കാ മറുപടി. ഈ ലിസ്റ്റ് ഒന്നും ഇല്ലാതെ ത്രിപുരയ്ക്കും ആന്ധ്രയ്ക്കും പൈസ കൊടുത്തില്ലേ? സർക്കാർ എങ്ങനെ പൈസ കൊടുത്തേ? അപ്പൊ രാഷ്ട്രീയാണ്. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കാണാനുള്ള ത്രിപുരയ്ക്ക് പൈസ കൊടുത്തു, ആന്ധ്രയ്ക്ക് 3440 ഫ്രാൻസിസ്, ഇത് ഇവിടെ നടക്കുന്ന സംഭവം എന്താ അറിയോ? രാഷ്ട്രീയം, പക്കാ രാഷ്ട്രീയം. ഇപ്പുറത്ത് നിൽക്കുന്നത് പക്കാ രാഷ്ട്രീയം, അപ്പുറത്ത് നിൽക്കുന്ന BJP പക്കാ രാഷ്ട്രീയം. എന്താന്ന് പറയാൻ കാരണം വെച്ചാല് കുടുംബം, വീട്, സ്ഥലം എല്ലാം പോയി നിൽക്കുന്ന ആളായാണ്. എല്ലാം പോയി. ഇവിടെ സംസാരിച്ച് വരുന്നത് മൊത്തം പക്കാ രാഷ്ട്രീയം. മറ്റേ ഇവിടെ ഉള്ളത് ഇവിടെ പക്കാ CPM വേണ്ടിയിട്ട്, ഇവിടെ BJPക്ക് വേണ്ടിയിട്ട്. ഇത്
ജനങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ജനങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന്, ഈ ഗ്രൂപ്പിൽ പറയുന്നില്ല എന്നുള്ളൂ, പെട്ടെന്ന് വീടാവുക, ഒന്ന് തലചായ്ക്കുക, വേറെ ഒന്നും വേണ്ട. ഇവിടെ ഒരു വർഷം ഈ കഴിഞ്ഞ മാസം തറക്കല്ലിടും പറഞ്ഞ ഡിസംബർ ഫസ്റ്റോട് കൂടിയിട്ട് തറക്കല്ലിടും എന്ന് പറഞ്ഞതാ. ജനുവരി ആവാനായി, ഇപ്പം അത് ജനുവരിയിലേക്ക് തറക്കല്ലിടുന്നത്. ഇതിപ്പോൾ വലിച്ചു നീട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നില്ലേ, ഈ പേരുകൾ ലിസ്റ്റ് മാറി, ഇനിയിപ്പോൾ തിരുത്താൻ ഞാനടക്കം ഉള്ള ആൾക്കാർ നാളെ പോവുക, പഞ്ചായത്തിൽ പോകണം. നിങ്ങളുടെ പേരില്ലേ അതിനകത്ത്? അല്ല, പേരുണ്ട്, എൻ്റെ പേരുണ്ട്, എൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ പേരില്ല, എൻ്റെ കുടുംബമല്ല, വേറെ എൻ്റെ സുഹൃത്തുക്കളെ പേരുകളില്ല, അവർ പോവുക. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഒരു കാലതാമസം ഒരു മാസത്തോളം പിടിക്കും. സർക്കാർ വലിച്ചു നീട്ടി പോവുക. അതിവിടെ രണ്ട് ഗ്രൂപ്പുകാരും പറയുന്നില്ല. ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം വേണ്ടിയിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന BJP-കാർ, ഇപ്പുറത്ത് CPM-മാർ. ഈ CPM-മാരെല്ലാം എന്ന് വിട്ട് പറയട്ടെ, അവിടെ നിൽക്കുന്ന ഫുള്ള് ഈ ഒച്ചയും വിളി ഉണ്ടാക്കുന്ന പക്ക രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ആ മുണ്ടക്കായി ചൂരൽമലയ്ക്ക് വേണ്ട. അവർക്ക് വേണ്ടത് ഒന്ന് തലചായ്ക്കുക, ഒരു നേരം ഒന്ന് പണിയൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പ് വേണം. ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല, വെച്ചേക്കുക. നമ്മളെ കുടുംബം വീടും എല്ലാം പോയിട്ട് തലയ്ക്ക് വട്ടായിട്ട് നിൽക്കുന്ന സംഭവത്തിൽ ഞാനിത് കേൾക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ വരുമ്പോൾ എന്താ തമ്മിലടിക്കാണ് രാഷ്ട്രീയം എല്ലാന്ന് പറയട്ടെ. ആർജവമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് കച്ചറുണ്ടാക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഈ പരിപാടി ശരി. നമുക്ക് വേണ്ടത് വീടാണ്, ടൗൺഷിപ്പാണ്. ഒന്ന് തലചായ്ക്കണം. എവിടെ വീട്? ചൂരൽമലയിലായിരുന്നു. ഇത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് രാഷ്ട്രീയം കളിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി വീട് കിട്ടുമെന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത്. ഇവിടെ നിങ്ങൾ ടൗൺഷിപ്പ്, നിങ്ങളുടെ പേരുണ്ടായിരുന്നോ ലിസ്റ്റിൽ? പേര് വന്നിട്ടില്ല. പേര് വന്നില്ലേ? നിങ്ങളുടെ വീട് പോയില്ലേ? പോയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള അതിലുണ്ടാവും പറയുന്നത് ഇത് അറിയില്ല. എന്താ നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? ഞങ്ങൾ കൽപ്പറ്റയാണ്. അപ്പോൾ ചൂരൽമലയിൽ വിട്ടോ നിങ്ങൾ? ആ, ചൂരൽമല. നിങ്ങൾ എവിടെയാ? ചൂരൽമല മുണ്ടക്കയത്തായിരുന്നോ? ചൂരൽമല സ്കൂൾ റോഡിൽ. ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു. അവിടെ താമസിക്കാൻ പറ്റില്ല ഇപ്പോൾ? താമസിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങളുടെ പേര് ലിസ്റ്റിലില്ല? പേരില്ല. രണ്ടാം ഘട്ടത്തിലുള്ള ലിസ്റ്റിൽ വരും. അതിലുണ്ടാവും പറയുന്നു. സത്യം ഇനി വരുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ആശങ്ക ഇത് നടക്കൂ ഇല്ലയോ എന്നുള്ള പോലും ആശങ്കയുണ്ട്. അതിപ്പോൾ ഇത് കാണുമ്പോൾ നടക്കുമെന്നുള്ള ആശങ്കയാണ് നമുക്കുള്ളത്. നമ്മുടെ വീടിൻ്റെ പേരും വന്നിട്ടില്ല ഫസ്റ്റ് ലിസ്റ്റിൽ. അതിൻ്റെ പേരിൽ ഞങ്ങൾ പഞ്ചായത്ത് പോയിട്ടാണ് പിന്നെ സംസാരിച്ചിട്ട് അടുത്ത ലിസ്റ്റ് വരുമെന്ന് പറയുന്നു. പക്ഷെ വന്നു ഇല്ലെങ്കിലില്ല. ഇതേപോലെ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട് കിട്ടൂല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് മെനക്കെടുന്നത്. ഈ രാഷ്ട്രീയം കളിച്ചിട്ട് ഇത് ഇല്ലാണ്ടാക്കരുത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുമില്ല. കാരണം ഈ ഒരു സംവിധാനം, ഈ കേസ് നീണ്ടുപോയാൽ മറ്റുള്ള പ്ലാൻ ഉണ്ടോ? അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഒന്ന് സമയം പറഞ്ഞല്ലോ, ആ 2 മിനിറ്റ് അപ്പുറത്തേക്ക്. ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയം, ഞാനൊരു ദുരന്ത ബാധിതൻ എന്ന നിലയിൽ എല്ലാം നഷ്ടപ്പെട്ട് പോയ ഒരാളെന്ന നിലയിൽ പറയുകയാണ്. നമുക്ക് എന്താ പറയുക, വീട് ഇപ്പോൾ സ്ഥലമൊക്കെ കേസിലാണ്. അപ്പോൾ ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ പോലും കേരളത്തിന് സഹായം കിട്ടിയില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ചർച്ചകൾ വെറുതെ നീണ്ടുപോവുക എന്നല്ലാണ്ട് കാര്യം നടക്കുന്നില്ല. നമുക്കൊക്കെ ഇന്നും എല്ലാം നഷ്ടപ്പെട്ടത് എന്നാവും ഒരു വീട് എന്നുള്ള ഒരു ആശങ്കയാണ്. DNA എനിക്ക് ഇത് 5-ാമത്തെ മാസമാണ്. എൻ്റെ അമ്മ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അത് അത്തരം ആശങ്കകളാണ് ബാക്കി നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞു, എൻ്റെ പേര് അബൂബക്കർ. ചൂരൽമല ടൗണിൽ 2 നില വീടുണ്ടായിരുന്നു. 13 ആളെന്നതിൽ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, വീട് പോയി, ഞങ്ങളെ 3 ആൾക്ക് മാരകമായ പരിക്ക് പറ്റി. എന്നിട്ട് എനിക്കവിടെ 11 കട റൂമുകളുണ്ടായിരുന്നു. ആ കട റൂമിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ഒരു ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഇപ്പോൾ യാതൊരു നിവൃത്തിയില്ല. ഡയാലിസിസ് കുറേ സഹായങ്ങളൊക്കെ പിന്നെ ഈ സന്നദ്ധ സംഘടനകൾ 5-10 തന്ന് അതിങ്ങനെ തീർന്നു. അതിപ്പോൾ കഴിഞ്ഞ മാസത്തോടെ തീർന്നു. ടൗൺഷിപ്പ് നിങ്ങൾക്ക് കട തരുമെന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ആരും അതിനെന്തെങ്കിലും ഒരു വാക്ക്. ടൗൺഷിപ്പ് വരൂലേ, വീട് കിട്ടുമോ? എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ പാലവയൽ. മാസം കിട്ടുന്ന 9,000 കിട്ടുന്നുണ്ട്. അത് കിട്ടുകൊണ്ട് നമുക്ക് നമ്മളെ ഡയാലിസിന് പോകാനുള്ള ബസ് ഫെയർ വരെ എത്ര കിട്ടിക്കൊണ്ടിരുന്നു ഒരു മാസം? ഇത്ര കടകളിൽ 10-50,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ കിട്ടുന്ന 9,000 മാറി. ആ നഷ്ടം ആര് നികത്തും? പിന്നെ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കും? ഭാര്യ പോയി. അവരെ DNA ടെസ്റ്റ് കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, എനിക്ക് മുന്നോട്ട് ചികിത്സ നിർത്താൻ പറ്റുമല്ലോ. ഒട്ടേറെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഇതിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും സത്വരമായ നടപടിയെടുക്കാനും അവരുമായി സംസാരിക്കാൻ കഴിയുന്ന, അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ഒരു സമിതിയെ നിയമിക്കുകയുമാണ് ആവശ്യം. അതിന് സർക്കാർ കാണിക്കുന്ന ഓരോ താമസവും ഓരോ നിമിഷത്തിൻ്റെ വൈകലും ഇവരിൽ ആധിയാണ് ഉണ്ടാക്കുക. ഇനി എത്ര കാലം കാത്തിരിക്കണം എന്ന ഇവരുടെ ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴും നമുക്ക് കൃത്യമായ ഉത്തരമില്ല. കേസു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നതെങ്കിൽ ചോദ്യം എന്നു കേസു കഴിയും എന്നാണ്. എത്രയും പെട്ടെന്ന് ഇവരുടെ ദുരന്ത ബാധിതരായ മനുഷ്യരെ പുനരധിവസിപ്പിക്കണം, മാതൃകാപരമാവണം, എത്രയും വേഗത്തിലാവണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി ചുരം കയറി ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങളെ വരുത്തരുത് എന്ന അഭ്യർത്ഥനയോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്.